ആദിവാസി മേഖലയിലെ യുവാക്കൾക്ക് ആശ്രയമാകേണ്ട കളിക്കളം പൂർണ്ണ തകർച്ച നേരിടുന്നു. ഇടുക്കിയുടെ വഴികാട്ടിയായിരുന്ന കൊലുമ്പന്റെ ഇളമുറക്കാർ വസിക്കുന്ന കൊലുമ്പൻ നഗറിൽ സ്ഥിതി ചെയ്യുന്ന കളിസ്ഥലമാണ് അധികൃതരുടെ അനാസ്ഥയാൽ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മൈതാനമാണ് അവഗണന നേരിടുന്നത്. ഇടുക്കി പദ്ധതിയുടെ വഴികാട്ടി കൊലുമ്പന്റെ പിന്മുറക്കാർ അധിവസിക്കുന്ന പാറേമാവ് കൊലുമ്പൻ നഗറിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. വനം വകുപ്പ് വിട്ടുകൊടുത്ത സ്ഥലത്ത് വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടിയാണ് കളിക്കളം സജ്ജമാക്കിയത്. എന്നാൽ വർഷാവർഷം പ്രദേശത്തെ യുവാക്കൾ ചേർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിച്ചതല്ലാതെ പഞ്ചായത്ത് അധികൃതരോ മറ്റ് യാതൊരു ഏജൻസികളോ ഇവിടെ യാതൊരുവിധ സഹായങ്ങളും ചെയ്തിട്ടില്ല. ഈ ഒരു കായിക പ്രതിഭകളെ വളർത്തുവാനും അവരുടെ കായിക ശേഷിയൊക്കെ വളർത്തുവാനൊക്കെ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി കുറച്ച് പൈസ മുടക്കിക്കൊണ്ട് ഈ സ്റ്റേഡിയം നവീകരിക്കുകയോ നല്ല രീതിയിലാക്കുകയോ ചെയ്താൽ ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ അത് കായികപരമായിട്ടും അല്ലാതെയൊക്കെ മാനസികപരമായിട്ടൊക്കെ ഒരു ഉല്ലാസവും ഇവിടെ നാട്ടുകാർക്കായാലും വല്ലപ്പോഴും വന്ന് എന്തെങ്കിലുമൊക്കെ ഇത് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളോ രാവിലെ വ്യായാമം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ബന്ധപ്പെട്ട അധികാരികൾ ഈ സ്റ്റേഡിയം ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിലൊരു നവീകരണ പ്രവർത്തനവും ചെയ്തുകൊണ്ട് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇത് ജില്ലാസ്ഥാന മേഖലയിലെ നല്ലൊരു സ്റ്റേഡിയമാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. ഭിന്നശേഷി ക്രിക്കറ്റിൽ ഇന്ത്യക്കു വേണ്ടി ലോകകപ്പ് നേടിയ അനീഷ് രാജൻ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണിത്. ഇവിടെ നിന്നും നിരവധി പ്രതിഭകളെ കായിക കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. കളിക്കളത്തോട് ചേർന്ന കുടിവെള്ള സൗകര്യം ഉൾപ്പെടെ കാലങ്ങളായി ഉണ്ടായിരുന്നു. എന്നാൽ കുടിവെള്ള സ്രോതസ് പോലും ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടേക്കെത്തുവാൻ വഴിയില്ല എന്നതും മറ്റൊരു പരാധീനതയാണ്. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് മൂക്കിന് താഴെയാണ് പിന്നാക്ക വിഭാഗത്തിലെ യുവ പ്രതിഭകൾക്ക് ആശ്രയമാക്കേണ്ട കളിസ്ഥലം അനാഥമായി കിടക്കുന്നത്. തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായും ഇവിടെ മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.